നമസ്കാരം. ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഈ മെയ് മാസം 17-ാം തീയതി മുതൽക്ക് 23 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 7 ദിവസത്തെ എല്ലാ രാശിക്കാർക്കും മേഷാദി മേടം രാശി മുതൽക്ക് 12 രാശിക്കാരുടെയും ഒരു സാമാന്യ ഫല നിരൂപണമാണ് ഇവിടെ നടത്തുന്നത്. ഗ്രഹസ്ഥിതി അനുസരിച്ച് ചൊവ്വ മേടത്തിലാണ്, സ്വക്ഷേത്രത്തിലാണ്. സൂര്യനും ബുധനും ഇടവത്തിലാണ്. ഗുരുവും ശുക്രനും മിഥുനത്തിലും, ശനി മീനത്തിലും, രാഹു കുംഭത്തിലും, കേതു ചിങ്ങത്തിലുമാണ്. ഇതാണ് ഗ്രഹസ്ഥിതി. ആദ്യം നമുക്ക് മേടം രാശിയുടെ, അതായത് ഏരീസിൻ്റെ സാമാന്യ ഫല നിരൂപണം നമുക്ക് ചെയ്യാം. അശ്വതി, ഭരണി, കാർത്തിക, കാല്, അതായത് കാർത്തികയുടെ ആദ്യത്തെ പാദം. ഇതാണ് മേടം രാശി. മേടം രാശിക്കാർക്ക് ഒരു വളരെ ശക്തമായിട്ടുള്ളൊരു നല്ല ഒരു കാലഘട്ടമാണ്. അതായത് സ്വക്ഷേത്രത്തിലാണ്, ചൊവ്വ സ്വക്ഷേത്രത്തിലാണ്. അപ്പോൾ ഒരു പ്രവർത്തനശേഷിയും അതിൻ്റെ മികവും ഒക്കെ കൂടുന്നൊരു സമയമാണ്. എന്ന് മാത്രമല്ല, അവരവർ ചെയ്യുന്ന മേഖലയിൽ ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാൻ സാധിക്കും. അതിനുള്ളൊരു ട്രസ്റ്റ് അവർക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും. അതുപോലെ മുൻകൈയെടുത്ത് ഓരോ പ്രോജക്റ്റുകളിലുമൊക്കെ വർക്ക് ചെയ്യുന്നവർ അവർ സ്വയം നേതാവായിട്ട് വരുന്നതായിട്ട് കാണാം. പക്ഷേ അതിനൊരു ചെറിയ തിരിച്ചടിയും കൂടിയുണ്ട്. ചൊവ്വ സ്വക്ഷേത്രത്തിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ആവേശം കൂടുതൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് പെട്ടെന്നുള്ള തീരുമാനമെടുക്കുക, അതിൻ്റെ പേരിൽ ചില ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ സാമാന്യമായിട്ട് കാണാവുന്നതാണ്. ഇത് നിയന്ത്രിക്കേണ്ടതാണ്. രണ്ടാം ഭാവത്തിൽ, അതായത് ഭാവത്തിൽ സൂര്യനും ബുധനും ഉണ്ട്. അത് വരുമാനത്തെ കൂടുതലാക്കും. എന്നാൽ അതോടൊപ്പം തന്നെ ചിലവുകൾക്ക് അധിക ചിലവുകളും ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. വാക്കുകളുടെ കുറച്ച് കടുപ്പമൊക്കെ കുറയ്ക്കേണ്ടതാണ്. അതായത് കുടുംബജീവിതത്തിലുമൊക്കെ ഈ പറയുന്ന അമിതാവേശം കൊണ്ട് ഉണ്ടാകുന്ന വാക്കുകളിൽ കൂടെ ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ കുടുംബജീവിതത്തിൽ കാണാവുന്നതാണ്. അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. വാക്ക് ആരോഗ്യപരമായിട്ട് ചൂട് കൂടുതലായിരിക്കും, ശരീര ഭാരം കൂടുതൽ, രക്തസമ്മർദ്ദം കൂടുക മുതലായിട്ടുള്ളവ ഉണ്ടാകും. അതൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്കൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഹനുമാൻ ചാലീസ ജപിക്കുക, അതാണ് സാമാന്യമായിട്ട് പറഞ്ഞത്. ഹനുമാനെ ഭജിക്കുക, അല്ലെങ്കിൽ ശിവഭജനം, അതിനൊക്കെയാണ് വളരെ നല്ലതാണ്. അതുപോലെ ക്ഷമയോടുകൂടി വർത്തിക്കാൻ ശ്രമിക്കുക. പ്രാണായാമാദികൾ ചെയ്യുന്നതും നിത്യേന പ്രാണായാമാദികൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്. അടുത്തത് ഇടവക്കൂറാണ്, ടോറസ്. കാർത്തിക മുക്കാലും രോഹിണിയും മകരത്തിൻ്റെ ആദ്യത്തെ 2 പാദവും ചേർന്നതാണ് ടോറസ്. ഇടവരാശിക്കാർക്ക് ഈ ആഴ്ച ലഗ്നത്തിൽ ആണ് സൂര്യനും ബുധനും. അത് വ്യക്തിത്വത്തിൽ കുറച്ച് ഒരു പ്രൊജക്ഷൻ ഉണ്ടാക്കുന്നതാണ്. മറ്റുള്ളവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അത് അംഗീകരിക്കുക, ഇതൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ജോലി അഥവാ പ്രൊഫഷൻ, ഇതിൽ നമ്മുടെ ഒരു പദവിയിലേക്കൊക്കെ എത്താനും ഇത് സഹായിക്കുന്നതാണ്. ജോലിയിലും മറ്റുമൊക്കെ ആണെങ്കിൽ അധികാരികളുടെ ശ്രദ്ധ നമ്മളിലേക്ക് കൂടുതലുണ്ടാകും. എന്നാൽ ഇതുകൊണ്ടുണ്ടാകുന്ന ചില ദൂഷ്യങ്ങളും മറ്റുള്ളവരുമായിട്ട്, അതായത് സബോർഡിനേറ്റ്സ്, കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെ ആയിട്ട് കുറച്ചിട്ടുള്ള സംഘർഷങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ബന്ധങ്ങളിൽ ചില ഇടിവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട്, ധനപരമായിട്ട് അനുകൂലം തന്നെയാണ്. ബുധനാണ് 2ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്, മറ്റു കാര്യങ്ങളുമൊക്കെ ലാഭകരമായിട്ട് വരാവുന്നതാണ്. എന്നാൽ ഈ മിഥുനത്തിലേക്ക് 2ാം ഭാവപതി 3ലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് അനാവശ്യ ചിലവുകൾ ഉണ്ടാകും. ആഡംബരത്തിനും മറ്റും ഒക്കെ വേണ്ടിയിട്ടുള്ള ചിലവുകളും ഒക്കെ താൻ അറിയാതെ ചെയ്തു പോകും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബജീവിതത്തിലും തൻ്റെ വാക്കിന് പ്രാധാന്യം കൽപ്പിക്കും. കുടുംബത്തിലുള്ള മറ്റ് കുട്ടികൾ, ഭാര്യ, അച്ഛനമ്മമാർ, അല്ലെങ്കിൽ ബന്ധുക്കൾ, ഇവരൊക്കെ കൂടുതൽ നമ്മുടെ പ്രാധാന്യം കൂടുതൽ അംഗീകരിക്കുന്നതായിട്ട് ഉണ്ടാകും. അതുകൊണ്ട് കുടുംബത്തിൽ സ്വച്ഛതയും സമാധാനപരമായിട്ട് വർദ്ധിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരാവുന്നത് നെഞ്ച്, കണ്ഠം, അതായത് കഴുത്ത്, ശബ്ദം, ഇതൊക്കെ സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങൾ ഇവർക്ക് വരാൻ സാധ്യതയുണ്ട്. അത് സൂക്ഷിക്കേണ്ടതാണ്. ഇവരെ വെള്ളിയാഴ്ച ദിവസം ഭഗവതിയെ പൂജിക്കുക, അല്ലെങ്കിൽ മഹാലക്ഷ്മി സ്തവം ജപിക്കുക, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ, അല്ലെങ്കിൽ മഹാലക്ഷ്മി സമേതനായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുക, നമസ്കരിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്.
അടുത്തത് മിഥുനക്കൂറാണ്. ജെമിനി എന്നാണ് ഇംഗ്ലീഷിൽ നമുക്ക് അതിന് പറയുന്ന പേര്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദവും തിരുവാതിരയും പുണർദത്തിൽ മുക്കാൽ, പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. ഇവർക്ക് വളരെ ഒരു ശുഭകരമായിട്ടുള്ള അവസ്ഥയാണ്. ഗുരു ശുക്രന്മാർ ഒന്നിച്ച് ലഗ്നത്തിൽ വരുന്ന കാലമാണ്. ജീവിതത്തിലുള്ള സമസ്ത മേഖലയിലും ഉയർച്ച ഉണ്ടാകാവുന്നതാണ്. നമ്മുടെ പ്രവർത്തന മികവുകളൊക്കെ തെളിയിക്കാൻ സാധിക്കുന്നതാണ്. തൻ്റെ വ്യക്തിത്വം മറ്റുള്ളവരുടെ മുമ്പിൽ ഭംഗിയായിട്ട് തെളിയിക്കാൻ സാധിക്കും. ആകർഷകമായിട്ടുള്ള പെരുമാറ്റം നമ്മളിൽ ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ അത് മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടും. അതുപോലെ തന്നെ ആശയവിനിമയ ശേഷിയും ഒക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാം. പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാനും അഥവാ ബിസിനസ്സും മറ്റുമൊക്കെ ചെയ്യുന്നവരിൽ പുതിയ കരാറുകൾ ഉണ്ടാക്കാനും ഈ നൂതന ബന്ധങ്ങളിൽ കൂടെ ലാഭമുണ്ടാക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ ഗുരുവിൻ്റെ ഒരു സ്വാധീനം ഉണ്ട്. അതുകൊണ്ട് വർധനവ് ഉണ്ടാകും, ബിസിനസ്സിലും ഒക്കെ ഉണ്ടാകും, ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകും. ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള റിട്ടേൺസ് ഇതൊക്കെയും നമുക്ക് ധാരാളമായിട്ട് ഉണ്ടാവുന്നതാണ്. ആഡംബര ചിലവുകൾ ഉണ്ടാകും, ലഗ്നത്തിൽ ശുക്രനാണ് എന്നുള്ളതുകൊണ്ട് അത് കഴിയുന്നത്ര നിയന്ത്രിക്കുക. കുടുംബാന്തരീക്ഷവും വളരെ സൗഹൃദപരമായിട്ടുള്ളൊരു കുടുംബാന്തരീക്ഷമാണ് ഇവർക്ക് ഈ ഒരാഴ്ച ഉണ്ടാകാൻ പോകുന്നത്. ആരോഗ്യപരമായിട്ട് മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല എങ്കിലും ഒരു കൂടുതലുള്ള അമിതമായിട്ടുള്ള ചിന്ത, ആലോചന മുതലായവ കൊണ്ട് ഉണ്ടാകാവുന്ന ചെറിയ സ്ട്രെസ്സുമൊക്കെ ഉണ്ടാകാം. ഇവർക്ക് ബുധനെ അഥവാ ബുധശാന്തി ചെയ്യാം. അഥവാ അവതാര വിഷ്ണു ആയിട്ടുള്ള ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നരസിംഹം മുതലായിട്ടുള്ള അവതാര വിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയോ അത്തരത്തിലുള്ള മന്ത്രങ്ങൾ ജപിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദത്തിൻ്റെ അവസാനത്തെ പാദം പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർ ചേർന്നതാണ് കർക്കിടകക്കൂറ്. ഇവർക്ക് 12ാം ഭാവത്തിലാണ് ഗുരുവും ശുക്രനും. അതുകൊണ്ട് ആന്തരികമായിട്ട് അഥവാ മാനസികമായിട്ടും ഒക്കെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകളുമൊക്കെ ഉണ്ടാകും. എന്ന് മാത്രമല്ല അവനവൻ്റെ സ്ഥാനത്തിന് തന്നെ കോട്ടം തട്ടാവുന്ന ചില കാര്യങ്ങളൊക്കെ വന്നു ചേർന്നേക്കാൻ ഇടയുണ്ട്. അനാവശ്യ ചിന്തകൾ നിമിത്തം ഏകാന്തതയിലേക്ക് ഒക്കെ പോകേണ്ടതായിട്ടുള്ള ഒരവസ്ഥയോ ഒക്കെ ഇവർക്കുണ്ടാകാവുന്നതാണ്. അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. ജോലി അതുപോലെ പ്രവർത്തനം, അത് ജോലിയോ ബിസിനസ്സോ എന്താണെന്നുണ്ടെങ്കിലും അതിൽ കിട്ടേണ്ട അംഗീകാരങ്ങൾ കിട്ടാതിരിക്കുക. അവനവൻ ചെയ്ത പ്രവൃത്തിക്ക് ഉള്ള അംഗീകാരം കിട്ടാതെ വരുന്നത് കൊണ്ടുണ്ടാകുന്ന നിരാശ ഇതൊക്കെ ഉണ്ടാകാവുന്ന കാലമാണ്. നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലം ഭാവിയിലേക്ക് നന്മ വരുത്തും എന്നുള്ളത് ഒരു സത്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ധനപരമായിട്ട് വന്നേക്കാം. അതുപോലെ ചികിത്സയ്ക്കും ഒക്കെ വേണ്ടിയിട്ടും കുടുംബാംഗങ്ങളുടെയോ അവനവൻ്റെ തന്നെയോ ചികിത്സകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചില ഒരു അനാവശ്യ ചിലവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിലും പരസ്പരം കുറച്ച് അകൽച്ചയുമൊക്കെ ഉണ്ടാകാം. അത് തുറന്ന് സംസാരിക്കുന്നത് കൊണ്ടും ഒക്കെ അത് മാറ്റേണ്ടതാണ്. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദവും അതുപോലെ ഉറക്കക്കുറവും ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ടൊക്കെ ഉണ്ടാകാവുന്ന ക്ഷീണം കൊണ്ടും ഒക്കെ കുടുംബാന്തരീക്ഷത്തിൽ കുറച്ച് വിള്ളലുകൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ സ്വയം പരിഹരിക്കേണ്ടതാണ്. ഇവർക്ക് ശിവനെ പൂജിക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, പഞ്ചാക്ഷരം നിത്യേന ജപിക്കുക, ധ്യാനം ശീലിക്കുക, ഇതൊക്കെ ഇങ്ങനെയുള്ള ദോഷങ്ങളിൽ നിന്ന് വിമുക്തി ഉണ്ടാകാൻ വളരെ നല്ലതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ലിയോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി. ഇവർക്ക് 11ാം ഭാവത്തിലാണ് വ്യാഴം. 11ൽ വ്യാഴം ഉള്ളവനെ വേറെ ഒന്നും നോക്കണ്ട എന്ന് പറയും. ഇവിടെ 11ാം ഭാവത്തിൽ വ്യാഴനും ശുക്രനും നിൽക്കുന്ന കാലഘട്ടമാണ്. പല തരത്തിലുള്ള നേട്ടങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ലാഭങ്ങളോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇവർക്കുള്ളത്. പരിശ്രമങ്ങൾക്ക് മുൻപ് ചെയ്തിരുന്ന പരിശ്രമങ്ങൾക്കൊക്കെ ഫലം ലഭിക്കാനും ഉള്ള നല്ല സമയമായിട്ട് ഈ കാലം മാറുന്നു. ജോലി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന രംഗത്തിൽ രാഷ്ട്രീയമോ അല്ലെന്നുണ്ടെങ്കിൽ ഏതൊരു പ്രവർത്തന മേഖലയാണെങ്കിലും അതിൽ അംഗീകാരങ്ങൾ കൂടുതൽ കിട്ടുന്നൊരു കാലമാണ്. മറ്റ് തന്നേക്കാൾ ഉയർന്ന സ്ഥാനമുള്ളവരിൽ നിന്നും അംഗീകാരങ്ങൾ കിട്ടും, പിന്തുണയും ഒക്കെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് അഥവാ കൂടുതൽ ആൾക്കാർ ഒന്നിച്ച് ചേർന്ന് ചെയ്യുന്നതായിട്ടുള്ള വഴിയിൽ നേതൃത്വം ഉണ്ടാവുകയും അതുവഴി കൂടുതൽ അവസരങ്ങൾ കിട്ടുകയും ഒക്കെ ചെയ്യും. അതുപോലെ ധനലാഭം അത് വർദ്ധിക്കും. ശുക്രനും വ്യാഴവും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വർദ്ധിക്കുകയാണ്. കുടുംബത്തിലും ഒരു നല്ല സുഖകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്.
ആരോഗ്യപരമായിട്ടും മറ്റു ദോഷങ്ങളൊന്നുമില്ല, വളരെ സന്തോഷമായിട്ട് സുഖമായിട്ട് ഇരിക്കാവുന്നതാണ്. ഇവർക്ക് സൂര്യനെ ധ്യാനിക്കുക, സൗരമന്ത്രങ്ങൾ ജപിക്കുക, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഇതൊക്കെ കൂടുതൽ നന്മ ഉണ്ടാകാൻ നല്ലതാണ്. അടുത്തത് കന്നിക്കൂറാണ്. വിർഗോ എന്നാണ് അതിന് പറയുന്ന പേര്. ഉത്തരത്തിൻ്റെ അവസാനത്തെ 3 പാദവും അത്തവും ചിത്തിരയുടെ 1ഉം 2ഉം പാദങ്ങളും ചേർന്നതാണ് കന്നിക്കൂറ്. കന്നിക്കൂറുകാർക്ക് 10ാം ഭാവത്തിൽ വ്യാഴശുക്രന്മാരുടെ ഒരു യോഗമാണ്. ഇവരുടെ കരിയറിന് അഥവാ ഒരു പ്രൊഫഷനോ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റേ റിസർച്ച് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ അവരുടെ പൊതുവേ തന്നെ അവരുടെ പ്രൊഫഷണലി അല്ലെങ്കിൽ കരിയർ വൈസ് അവർക്ക് പലതരത്തിലുള്ള ഗ്രോത്തും ഉണ്ടാകുന്നു. ഇതുമൂലം ഉണ്ടാകാവുന്ന പലതരത്തിലുള്ള ധനലാഭങ്ങളും ഒക്കെ ഉണ്ടാകും. മറ്റുള്ളവർ നമ്മളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കും. പുതിയ ഉത്തരവാദിത്വങ്ങൾ നമുക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെയുള്ള സ്ഥാനക്കയറ്റങ്ങളോ അല്ലെങ്കിൽ സ്ഥാനമാറ്റം കൊണ്ടുണ്ടാകേണ്ട നേട്ടങ്ങളും ഒക്കെ ഈ കാലത്ത് സംഭവിക്കാവുന്നതാണ്. ധനകാര്യത്തിൽ സ്ഥിരമായിട്ടുള്ള വരുമാനം അത് ക്രമേണ മെച്ചപ്പെട്ട വരുമാനമായിട്ട് മാറുകയും ചെയ്യും. കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള കുടുംബ അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്, അത് നിലനിൽക്കുകയും ചെയ്യും. ആരോഗ്യപരമായിട്ട് പൊതുവേ നല്ലതാണ്, മറ്റ് രോഗങ്ങളുടെ സാധ്യതകളൊന്നും കാണുന്നില്ല. ഇവർക്കൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, അഥവാ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും സാളഗ്രാമ പൂജ ചെയ്യുന്നതും ഒക്കെ ഗുണങ്ങൾ കൂടുതൽ വർദ്ധിക്കാൻ നല്ലതാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിന് ലിബ്ര എന്നാണ് പേര്. ചിത്തിരയുടെ അവസാനത്തെ 2 പാദവും ചോദ്യം വിശാഖത്തിൻ്റെ 1ഉം 2ഉം 3ഉം പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ്. തുലാം രാശിക്കാർക്ക് 9ാം ഭാവത്തിലെ വ്യാഴശുക്രന്മാർ 2ഉം 9ലാണ്, ഭാഗ്യസ്ഥാനത്താണ്. അവർക്കതുകൊണ്ടുണ്ടാകുന്ന ഭാഗ്യവർദ്ധനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകും. അവരുടെ സ്റ്റാറ്റസ്, അവരുടെ പ്രൊഫഷനിൽ അവരുടെ സ്റ്റാറ്റസ് വർദ്ധിക്കുന്നതായിട്ട് കാണാം. ഭാഗ്യം പലതരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലെ ഒരു പിന്തുണയായിട്ട് നമുക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഇതുകൊണ്ട് ഉണ്ടാവേണ്ട ആശയവിനിമയത്തിൽ കൂടെ ഉണ്ടാകേണ്ട നേട്ടങ്ങൾ അഥവാ ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ അതൊക്കെ വിജയത്തിലേക്ക് വരും. അതുപോലെ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള വിജയകരമായിട്ടുള്ള യാത്രകളും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ജോലി അഥവാ പ്രൊഫഷൻ, അവരുടെ കരിയർ സംബന്ധിച്ച് വിദേശ ബന്ധങ്ങളുണ്ടാകും. വിദേശ ബന്ധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ കൂടുതൽ പ്രോസ്പെരിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉപരിപഠനത്തിനും മറ്റും ആഗ്രഹിച്ചിരിക്കുന്നവർക്കത് സാധിക്കും. അതുപോലെ ട്രെയിനിങ്ങിനും മറ്റുമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് ഗുണപരമായിട്ട് നമുക്ക് അനുകൂലമായിട്ട് നടക്കും. വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഈ ഭാഗ്യസ്ഥാനത്ത് ഗുരുശുക്രന്മാരുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്ക് ഭാഗ്യം അവരെ പിന്തുണയ്ക്കും. അതുകൊണ്ട് ലാഭവും അതോടൊപ്പം തന്നെ ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായിട്ട് മറ്റ് ദോഷങ്ങളൊന്നും വരാനില്ല. പൊതുവെ ജീവിതം അനുകൂലമായിട്ടുള്ള ഒരാഴ്ചയാണ് ഇവർക്ക് ഉള്ളത്. പരിഹാരമായിട്ട് ദുർഗാദേവിയെ ഭജിക്കുക, ദുർഗാദേവിയുടെ അഥവാ ദുർഗാക്ഷേത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അങ്ങനെയുള്ള കീർത്തനങ്ങളോ അല്ലെങ്കിൽ ധ്യാനങ്ങളോ മന്ത്രജപങ്ങളോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്തത് വൃശ്ചിക കൂറാണ്. സ്കോർപ്പിയോ എന്നാണ് അതിന് പേര്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം, തൃക്കേട്ട ഈ 3 നക്ഷത്രക്കാർ ആണ് വൃശ്ചികൻ രാശിയിൽ വരിക. വൃശ്ചികൻ രാശിക്കാർക്ക് അഷ്ടമത്തിലാണ് ഗുരുശുക്ര യോഗം വരുന്നത്. പല തരത്തിലുള്ള അനിശ്ചിതത്വങ്ങളും ഒക്കെ ജീവിതത്തിൽ കരിയറിലും ജോലിയിലോ ബിസിനസ്സിലോ ഒക്കെ ഉണ്ടാകാവുന്നതാണ്. ഓരോരോ കാര്യങ്ങൾ നിശ്ചയിക്കുക, എന്നാൽ താൻ വിചാരിച്ച പോലെ അല്ലാത്ത സാഹചര്യങ്ങളിൽ കൂടെ മുന്നോട്ട് പോകേണ്ടതായി അല്ലെങ്കിൽ അതിന് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക, ചെയ്തു വന്നിരുന്ന പ്രവൃത്തിയിൽ ചില ബ്ലോക്കുകൾ ഉണ്ടാകുക, ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. ചില പ്രത്യേക സിറ്റുവേഷൻസിലേക്കൊക്കെ, അതായത് മാറ്റിവെക്കാൻ പറ്റാത്ത അഥവാ എന്ത് ചെയ്യണം, ഒരു സൊല്യൂഷൻ എന്ത് വേണം എന്നറിയാൻ വയ്യാത്ത സിറ്റുവേഷനിലേക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇവരെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ജോലിയോ അല്ലെന്നുണ്ടെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി സംബന്ധിച്ചും ഒരു റീതിങ്ക് ചിലപ്പം വേണ്ടിവരും. അതിനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകണം. അതായത് ചിലപ്പോൾ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടതായിട്ട് വരും. ഇൻവെസ്റ്റ്മെൻറ്റും മറ്റുമൊക്കെ നടത്തുന്നവർ ഈ ഒരു മേഖല വിട്ടിട്ട് മറ്റൊരു മേഖലയിലേക്ക് മാറണമോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ജോലി അഥവാ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നവർ ഇതൊന്ന് വിട്ടിട്ട് മറ്റൊരു മേഖലയിലേക്ക് മാറുന്നതാണോ നല്ലത് എന്നൊക്കെയുള്ള ചിന്തയുണ്ടാവും. അതുകൊണ്ട് യഥാസമയം അത് വേണ്ട രീതിയിൽ ചിന്തിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു മെൻ്റൽ ഫ്ലെക്സിബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ചില ഫെയിലിയറൊക്കെ ഉണ്ടാകാവുന്നതാണ്.
ധനകാര്യം സംബന്ധിച്ച് ധനപരമായിട്ട് വളരെ ശ്രദ്ധ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ജോയിൻ്റായിട്ട് നടത്തുന്ന ജോയിൻറ്റ് ഫിനാൻസ് കമ്പനികളോ അല്ലെങ്കിൽ ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലോ ഒക്കെ ചില നഷ്ടങ്ങളോ ഒക്കെ വരാവുന്നതാണ്. അതുപോലെ പരസ്പര ധാരണയില്ലായ്മ കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങളോ വിശ്വാസമില്ലായ്മയോ ഒക്കെ ഉണ്ടാകാം. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി ആലോചിക്കാതിരിക്കുകയായിരിക്കും ഈ സമയത്ത് നല്ലത്. കുടുംബജീവിതത്തിലും അത്ര സുഖകരമല്ല, ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒരല്പം ഫ്രിക്ഷൻ കുടുംബജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് മറ്റൊരു വലിയ രോഗങ്ങളൊന്നും വരുന്നില്ല എങ്കിൽ പോലും പൊതുവേ ഒരു ക്ഷീണം ഉണ്ടാവുക, പൊതുവേ നമുക്ക് ഊർജം കുറയുന്നതായിട്ട് തോന്നുക, ക്ഷീണമുണ്ടാവുക, കൂടുതൽ നേരം ഉറങ്ങണം എന്നൊരു തോന്നൽ വരിക, ഇതൊക്കെ സംഭാവ്യമാണ്. പരിഹാരമായിട്ട് സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുക, അല്ലെങ്കിൽ ചൊവ്വയ്ക്ക് ഗ്രഹശാന്തി നടത്തുക, ഇതൊക്കെ നല്ലതാണ്. സുബ്രഹ്മണ്യ സ്തുതികളോ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അവിടെ ക്ഷീരധാര നടത്തുന്നതും ഒക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. അടുത്തത് ധനുക്കൂറാണ്. സാജിറ്റേറിയസ് എന്നാണ് അതിന് പേര് പറയുക. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദവും ചേർന്നതാണ് ധനുക്കൂറ്. ധനുരാശിക്കാർക്ക് 7ലാണ് വ്യാഴ ശുക്രന്മാർ, 4ൽ ശനിയുണ്ട്. എങ്കിലും 7ലെ വ്യാഴ ശുക്രന്മാരുടെ 7ൽ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളുടെ പ്രവർത്തനത്തിലുമൊക്കെ വളരെ മികവ് കാണും. പ്രത്യേകിച്ച് ഒന്നിച്ച് ചെയ്യേണ്ട കൂട്ടായിട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക്, അഥവാ പാർട്ട്ണർഷിപ്പ് മുതലായവ ഉള്ളവർക്ക് അതിലൊക്കെ കുറച്ച് കൂടുതൽ ഉയർച്ച ഉണ്ടാകുന്നതാണ്. അതിൽ ബന്ധങ്ങളിലുമൊക്കെ വളർച്ചയുണ്ടാകും, കുറച്ചുകൂടെ ഗാഢത ഒക്കെ ഉണ്ടാകും. എന്നാൽ പല വിഘ്നങ്ങളും ഇവർക്കുണ്ടാകുന്നതാണ്. ശനി 4ലുണ്ട്. അതുകൊണ്ട് കണ്ടകശനിയുടെ ായിട്ടുള്ള ചില ദോഷങ്ങളും ഇവർക്ക് ബാധിക്കുന്നതാണ്. എങ്കിലും വ്യാഴ ശുക്രന്മാർ 7ലുണ്ട് എന്നുള്ളത് കൊണ്ട് അത് പല പ്രവർത്തനങ്ങൾക്കും വളർച്ച ഉണ്ടാകും. പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക്. ജോലിയിലോ ഒക്കെ അല്ലെങ്കിൽ ബിസിനസ്സിലോ ഒക്കെ പുതിയ കരാറുകളൊക്കെ ഉണ്ടാവുക, പുതിയ ബിസിനസ് ഡീലുകളെ പറ്റി ആലോചിക്കുക. അതായത് നമുക്ക് ലാഭത്തെ ഉണ്ടാക്കുന്ന പുതിയ ഡീൽസ് വരാവുന്നതാണ്. പ്രത്യേകിച്ച് വിദേശ ബന്ധങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. മരുന്ന് അല്ലെന്നുണ്ടെങ്കിൽ ലിക്കർ, അതുപോലെ അങ്ങനെയുള്ള ആഡംബര വസ്തുക്കൾ മുതലായിട്ടുള്ള വസ്തുക്കളിൽ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള കാലമാണ്. ധനപരമായിട്ടും ഒരു സ്ഥിരത ഉള്ള കാലമാണ്. പരസ്പര സഹകരണം കൊണ്ട് ഉണ്ടാകേണ്ട ലാഭങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിലും ഒരു സുഖകരമായിട്ടുള്ള അവസ്ഥ, നേരത്തെ ഉണ്ടായിരുന്ന ചില ഫ്രിക്ഷൻസൊക്കെ മാറിയിട്ട് പരസ്പര വിശ്വാസം ഉണ്ടാവുകയും ദാമ്പത്യ സുഖം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. ആരോഗ്യവും ഇവർക്ക് പൊതുവേ നല്ലതാണ്. മറ്റ് രോഗങ്ങളോ ഒന്നും വരാൻ സാധ്യതയില്ല. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് വ്യാഴത്തിന് അഥവാ ഗുരു ശാന്തി ഹോമം, ദാനം മുതലായിട്ടുള്ളവ, മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ദാനം ചെയ്യുക, ഇതൊക്കെ നല്ലതാണ്. അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ പ്രദക്ഷിണാദികൾ നടത്തി യഥാശക്തി വഴിപാടുകളും ഒക്കെ നടത്തുന്നതൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഫലത്തെ പ്രദാനം ചെയ്യാൻ നല്ലതാണ്. അടുത്തത് മകരക്കൂറാണ്. കാപ്രിക്കോൺ എന്നാണ് അതിന് പറയുക. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. മകരം രാശിക്കാർക്ക് 6ാം ഭാവത്തിലാണ് വ്യാഴം. അതുപോലെ തന്നെ ശുക്രനും ഈ 6ാം ഭാവത്തിൽ വരുന്നു. ശത്രുഭാവം എന്നാണ്, അഥവാ രോഗസ്ഥാനം അഥവാ ശത്രുസ്ഥാനം എന്നൊക്കെയാണ് ഈ 6ാം ഭാവത്തിന് പറയുന്നത്. അവിടെ ഈ പറയുന്ന യോഗം അത്ര നല്ലതല്ല. എങ്കിൽ പോലും ചില ഗുണങ്ങളും അതുകൊണ്ട് പറയാവുന്നതാണ്. അതായത് ചില മത്സരങ്ങളിലും ഒക്കെ വിജയമുണ്ടാവുക, ശത്രുക്കളിൽ നിന്ന് മോചനം കിട്ടുക, ഇതൊക്കെയും അതിൻ്റെ ഒരു ഗുണഫലമാണ്. എന്നാൽ പൊതുവേ അത്ര അനുകൂലമല്ല ഇവർക്ക്. ഈ പറയുന്ന മത്സര രംഗത്തും ഒക്കെ ഉള്ളവർക്ക് അനുകൂലമാണ് എന്ന് പറയാം എന്ന് മാത്രമേ ഉള്ളൂ. ജോലി രംഗങ്ങളിൽ കർമ്മഭാവത്തിൽ, അതായത് ജോലിയോ അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ്സോ, അതിലൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. എങ്കിലും ഒരു വളർച്ച കാര്യമായിട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ ധനസംബന്ധമായിട്ട് അനുകൂലം തന്നെയാണ്. സ്ഥിരമായിട്ടുള്ള വരുമാനം അവർക്കുണ്ടാവും. വലിയ നഷ്ടങ്ങളോ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. കുടുംബജീവിതത്തിൽ കുടുംബത്തിൻ്റെ പൊതുവെ ഒരു പിന്തുണ ലഭിക്കുന്ന കാലമാണ്. എങ്കിലും ചില അപകടങ്ങൾ
വാഹനാപകടങ്ങളോ ഒക്കെ കുടുംബം ഒന്നിച്ച് യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ചില അപകടങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ചില അസ്വസ്ഥതകളും ഒക്കെ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹന യാത്രയൊക്കെ വളരെ സൂക്ഷിച്ച് ചെയ്യുക, കഴിയുന്നത്ര കുടുംബവുമായിട്ട് പോകുമ്പോഴൊക്കെ സൂക്ഷിച്ച് പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് ശനിക്ക് പൂജ ചെയ്യുക, ശനിക്ക് ഗ്രഹശാന്തി, ശനിഗ്രഹ ശാന്തി ചെയ്യുക, അതിൻ്റെ ഹോമം, ദാനം. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ദാനം വളരെ ഉത്തമമാണ്. കറുത്ത എള്ള്, അതുപോലെ കറുത്ത വസ്ത്രം, ഇരുമ്പ് പാത്രം മുതലായിട്ടുള്ളവ ചേർത്ത് ഒരു ഉത്തമനായിട്ടുള്ള ഒരു വ്യക്തിക്ക് പാപപരിഹാരാർത്ഥം ദാനം ചെയ്യുന്നതൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഫലം ചെയ്യും. ശനിക്ക് അതിൻ്റെ കാരകനാകുന്ന ദേവൻ ശാസ്താവാണ്. ആ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാടൊക്കെ നടത്തുന്നതൊക്കെ വളരെ നല്ലതാണ്. അടുത്തത് കുംഭക്കൂറാണ്. എക്വാരിസ് എന്നാണ് ഇതിനെ വിളിക്കുക. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, പൂരുരുട്ടാതി മുക്കാല്, പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറ്. ഇവർക്ക് പൊതുവേ ദൈവാധീനം വളരെ കൂടുതലാണ്. 5-ാം ഭാവത്തിലാണ് വ്യാഴം. 5-ാം ഭാവത്തിൽ വ്യാഴ ശുക്രന്മാരുടെ യോഗമാണ്. സൃഷ്ടി സംബന്ധമായിട്ടുള്ള, അതായത് ക്രിയേറ്റീവായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് ക്രിയേറ്റീവ് വർക്കുകൾ, പെയിൻറ്റിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡിസൈനിങ് മുതലായിട്ടുള്ള രംഗത്തുള്ളവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള കാലമാണ്. ബുദ്ധിശക്തിയും സൃഷ്ടി പരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഒരു ഉയർച്ചയിലേക്ക് വരുന്നതായിട്ട് കാണാവുന്നതാണ്. ജോലി രംഗത്ത് പുതിയ ആശയങ്ങൾ ഉണ്ടാക്കും. അത് മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുകയും വിജയകരമായിട്ട് പൂർത്തിയാക്കാനും സാധിക്കും. ധനയോഗവും ഉണ്ട്. ധനലാഭയോഗം ഇവർക്ക് ഉള്ളതായിട്ട് കാണാം. അതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് ലാഭം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബജീവിതത്തിലും പൊതുവെ സന്തോഷവും സമാധാനവും ഒക്കെയാണ്. മറ്റ് കുടുംബാംഗങ്ങളുടെയൊക്കെ ഒരു പിന്തുണ നമുക്ക് കിട്ടുന്നതാണെന്ന് കാണാം. ആരോഗ്യത്തിനും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. സാമാന്യേന എല്ലാ ശുഭമായിട്ട് തന്നെ ഉള്ള ഒരു ആഴ്ചയാണ് ഈ വരാൻ പോകുന്ന ഒരാഴ്ച. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് ലഗ്നത്തിൽ രാഹു ഉള്ളതുകൊണ്ട് രാഹു ശാന്തി ചെയ്യുന്നത് നല്ലതാണ്. സർപ്പസംബന്ധമായിട്ടുള്ള വഴിപാടുകളോ സർപ്പക്ഷേത്രത്തിൽ നൂറും പാലും നടത്തുക, അല്ലെന്നുണ്ടെങ്കിൽ പായസോഹമം മുതലായിട്ടുള്ളവ നടത്തുന്നതും ഒക്കെ പൊതുവെ ഗുണപ്രദമാണ്. അടുത്തത് മീനക്കൂറാണ്. പീസസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്ന ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് പീസസ് അഥവാ മീനം രാശി. മീനം രാശിക്കാർക്ക് ഇപ്പോൾ അത് കുറേ നാളായിട്ട് തന്നെ ലഗ്നത്തിൽ ശനിയാണ്. ആ കണ്ടകശനിയും 7.5 ശനിയും കൂടെ ഉള്ള കാലമാണ് എന്നുള്ളത് ഓർക്കേണ്ടതാണ്. 4-ാം ഭാവത്തിലെ ഗുരുശുക്രയോഗം അവർക്ക് നല്ല ഫലം ചെയ്യും. സാമാന്യേന കണ്ടകശനിയും 7.5 ശനിയും കൂടെ ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ വരുന്നതായിട്ടുള്ള ദോഷങ്ങൾക്ക് ഈ യോഗം, ഈ വ്യാഴശുക്രയോഗം, അതും 4-ൽ വരുന്നത് പല ദുരിതങ്ങളെയും ഇല്ലാതാക്കാൻ നല്ലതാണ്. എന്നാൽ മാനസിക സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും അവരിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറില്ല. അത് ലഗ്നത്തിലെ ശനിയാണ്. അതുകൊണ്ട് ഒരുപാട് ക്രൈസിസ് മാനസികമായിട്ട് അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. ജോലിയിലാണെങ്കിലും വളരെ പതുക്കെ നമ്മൾ വിചാരിച്ച ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ, അഥവാ നമ്മൾ ഗവേഷണ രംഗത്തോ മറ്റൊരു ടാർഗറ്റഡ് ആയിട്ടുള്ള ബിസിനസ് രംഗത്തോ ഒക്കെ അത് മന്ദഗതിയിലായിരിക്കും. എന്നാൽ സ്ഥിരതയോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈശ്വരാനുഗ്രഹം പൂർണ്ണമായിട്ടുണ്ട്. ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരത ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ലാഭം സാമാന്യേന ലാഭനഷ്ടങ്ങളിൽ ലാഭത്തിന് തന്നെ ആണ് കൂടുതൽ സാധ്യത ഉണ്ടാവുന്നത്. കുടുംബജീവിതത്തിൽ കുറച്ച് മുൻപേ വരെ ഉണ്ടായിരുന്നതായിട്ടുള്ള അസ്വാരസ്യങ്ങൾ ഒന്ന് തീരാനും അത് ഒരു സമ്യക്കായിട്ട് സുഖമായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ട് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സും ക്ഷീണവും ഒക്കെ ഉണ്ടാകും. അത് പൊതുവേ തന്നെ ഈ ഒരു കാലഘട്ടം അവർക്ക് ഈ 2.5 വർഷക്കാലം തീർച്ചയായിട്ടും അത് അവർക്കുണ്ടാകും. ഏറ്റക്കുറച്ചിലുകളോടുകൂടി തന്നെ ഈ കണ്ടകശനിയുടെയും 7.5 ശനിയുടെയും ഫലം ഇവർ അനുഭവിക്കേണ്ടതാണ്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശനിക്ക് ശാന്തി ഹോമം ചെയ്യുക, അങ്ങനെയുള്ള ശനിയുടെ കാരകത്വമുള്ള വസ്തുക്കൾ ദാനം ചെയ്യുക, കാരകൾ, അതുപോലെ കറുത്ത വസ്ത്രം, കറുത്ത പാത്രം, ഇരുമ്പ് പാത്രം മുതലായിട്ടുള്ളവ ചേർത്ത് ഉത്തമനായിട്ടുള്ള സാധകനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ദോഷപരിഹാരാർത്ഥം ദാനം ചെയ്യുന്നതും, അതുപോലെ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അവിടെ നീരാജനം എന്ന വഴിപാട് നടത്തുന്നതും ഒക്കെ ഉത്തമമായിട്ടുള്ള ഫലം തരാൻ പ്രാപ്തമാണ്.
നമസ്കാരം.